ആർത്തിമൂത്തൊരു മാഫിയ സംഘം ശബരിമലയിൽ നടത്തിയ സമാനതകളില്ലാത്തൊരു ക്ഷേത്ര കവർച്ചയുടെ ദുരൂഹ വഴികളിൽ ഇനിയും നമുക്ക് അവ്യക്തമാണ്. ആ പോറ്റിയും മുരാരിയും ഒക്കെ ആ കള്ളക്കളത്തിലെ കേവലം കളിക്കാർ മാത്രമാണെന്നും ആ കളിയുടെ സൂത്രധാരന്മാർ ഉന്നതന്മാർ ഇപ്പോഴും സേഫായി ഇരിക്കുന്നുണ്ടെന്ന് സാമാന്യജനം സംശയിക്കുമ്പോഴും ആ വഴിയെ SIT നടക്കുന്നുണ്ടോ എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. പുറത്തു വരുന്ന വിവരങ്ങൾ ആ വഴിയുള്ള യാത്രയെപ്പറ്റി കാര്യമായൊന്നും കേൾക്കാനുമില്ല. ഈ വരുന്ന 5-ാം തീയതി കോടതിയിൽ 2ാം തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴേ പോറ്റി പറഞ്ഞത് മാത്രം മുഖവലിക്കെടുത്തുള്ള അന്വേഷണമാണോ അതല്ലാത്തൊരു വഴിയിലൂടെ അന്വേഷണം പോയിട്ടുണ്ടോ എന്നും അറിയാനാവുക. പുറത്തുവരുന്ന മൊഴി വിവരങ്ങളിൽ ചില വമ്പൻ വെളിപ്പെടുത്തലുണ്ട്. ഗോവർദ്ധൻ എന്ന ജ്വല്ലറിയോട് പറയുന്നത് പോറ്റി കട്ടുകൊണ്ടുവന്ന വിറ്റ സ്വർണത്തിന് രൂപ 15 ലക്ഷം കൊടുത്തുവെന്നാണ്. അതിനുമപ്പുറം പലതവണയായി ശബരിമലയുടെ പേരിൽ 70 ലക്ഷം രൂപയിലധികം പോറ്റി കൈപ്പറ്റിയ തട്ടിപ്പാണ്. എത്ര കാലമായി ആരുടെയൊക്കെ പിന്തുണയാണ് ഈ മുടിഞ്ഞ കൊള്ള? എത്ര ഗോവർദ്ധനന്മാരുണ്ട്? എത്ര പേരിൽ നിന്നായി എത്ര കോടികൾ ഈ കള്ളൻ പോറ്റി കവർന്നു? ആ കൊള്ള മുതൽ എത്ര പേർക്ക് ഈ പോറ്റി പങ്കുവച്ചു? ആ ദിവസത്തെ ചോദ്യം തന്നെ തെളിമയോടെ നിൽപ്പാണ്. കേവലം ഒരു പോറ്റിയും ആ പോറ്റിയുടെ കള്ളത്തരത്തിന് കൂട്ടായ ഒരു മുരാരിയും ഒരു സുധീഷും ചേർന്നാൽ ഇത്ര വലിയ സംഘടിത കൊള്ള സാധ്യമാണോ? ആ കള്ളപ്പണിക്ക് കൊള്ളയ്ക്ക് കഞ്ഞിവെച്ചോ എന്ന് കോടതി സംശയിക്കുന്ന ഈ ദേവസ്വം ബോർഡും അതിന്റെ അധ്യക്ഷൻ പ്രശാന്തും അവിടെ തന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്നതിൽ ആർക്കുമില്ലേ പരാതി? അയ്യപ്പന്റെ മുതല് മോട്ടിച്ച നാണം കെട്ട പണിയുടെ സൂത്രധാരന്മാർ കേരളത്തിന് എന്നെങ്കിലും വെളിപ്പെടുമോ?